ഇവിടെ ആളില്ലേ? ആരാണപ്പ രാവിലെ തന്നെ വിവാത്തോ നോക്കിട്ട്? അല്ല പാത്തല്ലേ എന്താണൊക്കെ ഈ വഴിക്കൊക്കെ ഞാൻ എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. അതിനെന്താ പാത്തുണ്ടാത്ത? ഇനിയൊക്കെ എപ്പോഴും കാണാലോ. നിങ്ങളല്ലേ കാണാത്തത്? എന്തായാലും നിങ്ങൾ എന്നെ കാണാൻ വന്നല്ലോ. ഞാനല്ല നിങ്ങളാണ് കാണാൻ വരുന്നത്. ഞാൻ എന്നും വിചാരിക്കും പാത്തുണ്ടാത്താനൊന്ന് കാണണോ. എന്ത് ചെയ്യാ, ഓരോരോ പണിയൊക്കെ അല്ലേ. പണിക്കൊക്കെ പോകുമ്പോ വരാൻ പറ്റുമോ? എന്തായാലും നിങ്ങൾ വന്നല്ലോ, വളരെ സന്തോഷം. ആട്ടെ, ഇപ്പൊ എന്താ പാട്? കഞ്ചിന്റെ തണ്ടൊക്കെ മാറിയാ? നിങ്ങൾക്ക് കഞ്ചിക്ക് തണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഇപ്പൊ ഭേദായില്ലേ? ഞാൻ ഇപ്പൊ പ്രായമായി വരില്ലേ, പെട്ടെന്ന് തന്നെ മാറൂല. ലോട്ടറിയൊക്കെ കാണിക്കുന്നു. അതന്നെ എല്ലാരും സ്ഥിതി ഇപ്പൊ അതന്നെയാണ്. കച്ചി കൊണ്ട് വയ്യ, കാലോണ്ട് വയ്യ, മുട്ടുനാലാണെങ്കിൽ ഭയങ്കര വേദന. താത്ത അങ്ങോട്ട് പറയാന് എന്താ ചെയ്യാ? നമ്മളൊക്കെ ഒരു തലയിലേത്ത് പ്രായമായി ഓർമ്മളത്ര ഞമ്മക്കൊക്കെ ഒരു തുണ ഉണ്ടാവുന്നു. അത് തുണമില്ല, നോക്കാനാണെങ്കിൽ ആരുമില്ല. ഒരു ചെക്കനുണ്ട്, അത് മാത്രമുണ്ട്. അതിന്റെ കാര്യം പറയാതെ ഇരിക്കുന്നു നല്ലത്. അതൊക്കെ ശരിയായിക്കോളിക്ക് വിഷമിക്കണ്ട. എവിടെ ശരിയാവാനാണ്? ഏത് കാലത്ത് ശരിയാവാനാണ്? അതാണ് ഇങ്ങനെ തിരിച്ചേക്കുന്നത്. വേറെ ഒരു ചിന്തയില്ല. അല്ലാണ്ട് ചെക്കനൊന്ന് നേരായി കണ്ടിട്ട് മരിച്ചാ മതി. ഇങ്ങോട്ട് പറയാന് വേറെ ഒരു ചിന്ത എനിക്കില്ല. അതാ ഞാന് നിങ്ങൾക്ക് ചായ എന്തേലും എടുക്കാം, അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും കളിക്കാതെ ഇരിക്കണില്ലേ? അതെന്തേ? വെള്ളം വേണ്ടേ? ഒന്നും വേണ്ട, ഞാൻ പോകണം. പോകാണ്. ഇന്ന് എന്റെ പാട്ടുതാത്ത നിങ്ങൾ കുറച്ച് മുന്നേ വരാണ്ട്. എങ്കിലും ഞാനിപ്പോ സ്ഥലം വരാണ്ട് നബിസാദാർക്ക് പോവാൻ നിൽക്കായിരുന്നു. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, നീ ഇങ്ങോട്ട് വരണ്ട. ഞാൻ പണിയില്ലാത്ത അങ്ങോട്ട് വരണ്ട്. നമ്മങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാലോ. വേറെ വിശേഷിച്ചൊന്നും ഇല്ലല്ലോ. എന്നാ ആയിക്കോട്ടെ കേട്ടാ, എന്നാ അങ്ങനെ ചെയ്യാം. ഏടാ എന്തോ ആർക്കാടാ കുഞ്ഞാപ്പു അത്? വേറെ എത്ര ആയടാ? അവിടെ ഇരിക്കണം. നബിസാദാടെ പോയില്ലേ? പിന്നെ ഇജി ചെയ്ത് തീരെ ശരിയായില്ല. ആ കുഞ്ഞുങ്ങളുടെ ഞാൻ കണ്ടിപ്പോ, ആ സാന്ദേശിനെ കണ്ടു. ഓര് പറഞ്ഞപ്പോ എനിക്കെന്നെ വല്ലാത്തതായി. കാരണം ഉമ്മാന്റെ പ്രായമുള്ളതും വാപ്പാന്റെ പ്രായമുള്ള ആൾക്കാരല്ലേ. അവരോട് നിങ്ങൾ കുറച്ച് സംസാരിക്കാൻ പറഞ്ഞു. ജി അവരോട് എന്തായാലും മാപ്പ് പറഞ്ഞിട്ട് നിങ്ങൾ വരേക്ക് വന്നാൽ മതി. പോയി ഇടിച്ചിട്ടാണ് ചെല്ല്. വിസക്കാർക്ക് പോവാണ്ട് അത് അവിടെ ദോശ കളിച്ച് ഉച്ചയിച്ചിട്ട് തിന്നാം. വലിയ മര്യാദക്ക് തേച്ചതുണ്ട്. അന്നെ ഒന്നരാളെ പല്ല് തേക്കുള്ളില്ല, അതിവിടെ നടക്കൂല. അല്ലാത്തൊരു ചേക്കൻ തന്നെ. ഉമ്മ പോയാ ഒരേ വർത്താനം പറയാൻ പോയില്ലേ? ഇമ്മ പറഞ്ഞതും കാര്യമാണ്. വയസ്സിന് മൂത്തവരും ഒന്നും പറയാൻ പാടില്ലല്ലോ. ഞാനെന്തൊരു പൊട്ടനാ. പിന്നെ അവൻ തച്ചിട്ടൊന്നുമില്ല. ഞാൻ ദേശമായപ്പോ പറഞ്ഞതാണ്. പിന്നെ എന്തോ നടത്തിയാണ്. ഞാൻ ഒന്നരാട് കൂടുമ്പോ പള്ളിയൊക്കെ ആയിരുന്നു. ഞാൻ 3-4 ദിവസം കൂടുമ്പോ പള്ളിയേക്കണത് ഉമ്മാക്ക് അറിയില്ലല്ലോ. ഇപ്പൊ എന്താ എപ്പോഴും പള്ളിയൊക്കെ വെച്ചിട്ട് എന്താ കാര്യം? ചായ കടക്ക് തിന്നാ മതിയല്ലോ. അല്ല അമ്മ ദിവസം ചോദിച്ചിട്ടുണ്ടാവും. അത് തിന്നിട്ടുണ്ട്. ഉമ്മ പറഞ്ഞ മാതിരി കുഞ്ഞിച്ചാട്ടന് സന്ദേശത്തിന് പോയിട്ട് മാപ്പ് പോയി പറയാം. രാവിലെ ഉച്ചയിക്കണ്. പണിച്ചിട്ടുള്ളൂ. അല്ല ഉച്ചയിക്കണ. ഞാൻ ചായ മാത്രം കുടിച്ചിട്ടുള്ളൂ. ഉച്ചക്കത്തെ ചോറ് തിന്നിട്ടില്ല. ഇല്ലടാ. അല്ല ഇജിപ്പോ എടുക്കാ പോണെന്നിട്ട്? എന്നോട് പറയാനേ ഞാന് കുഞ്ഞിനെയൊക്കെ അടിക്കാൻ വന്നറിയ അടിച്ചെന്നറിയില്ല എന്നോട്. അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇതിന്റെ ഉമ്മനെ കൊറേ ചെയ്തായിരുന്നു. വയസ്സിന് മൂത്തനെ ഒന്നും പറയാൻ പാടില്ല. എന്നോട് ഉമ്മ പറഞ്ഞേ ഓരോട് പോയിട്ട് മാപ്പ് പറയാൻ പാടില്ല. ഞാൻ മാപ്പ് എന്ന് പറയല്ലേ? മാപ്പ് അങ്ങനല്ല, ഞാൻ എന്റെ തെറ്റ് പറ്റി പറഞ്ഞാൽ മതി. എന്റെ തെറ്റ് പറ്റി മാപ്പ് എന്ന് പറയും. പറഞ്ഞ മാതിരിയെ ഉച്ച അയക്കണില്ലേ? ഞാൻ ചോറ് കഴിച്ചു വന്നിട്ട് പോയാ പോരെ?
ഇനിയിപ്പോ ഒരു കാര്യം ചെയ്തോ ഏതായാലും ഇപ്പൊ 2 മണി കഴിഞ്ഞ് ഇനിയിപ്പോ ഇനി ചോറ് കഴിച്ചിട്ടേ ആ ചോറ് കൂടി വയ്ക്കട്ടെ ഇപ്പൊ എന്താ രാവിലത്തെ ചായ ഇപ്പൊ കുടിച്ചിട്ടോളൂ അപ്പൊ ഇച്ചി പറഞ്ഞില്ലേ ഉച്ചായിന്ന് അപ്പൊ ഉച്ചത്തെ ചോറും കൂടി കഴിച്ചിട്ട് പിന്നെ ഞാൻ മാപ്പ് പറയാൻ പോകും ഓരോ കണ്ട് പാപ്പ് പറയും ഞാൻ പോട്ടെന്നാ പോയിക്കോ നമുക്ക് ഇനി ഏതായാലും എന്റെ ചോറയൊക്കെ കഴിഞ്ഞോട്ടെ നമുക്ക് പിന്നെ കഴിഞ്ഞിട്ട് മാപ്പ് പറയാൻ പോണോ എന്നാ ശരി ആയിക്കോട്ടെ ഓർമ്മിപ്പിച്ച് നന്നായി അല്ലെങ്കിൽ ഞാൻ ഉച്ചക്കത്തെ ചോറ് തിന്നിണ്ടായിരുന്നില്ല ചായ കുടിച്ചിക്കണോ ചായ രാവിലത്തെ ഇപ്പൊ കുടിച്ചു പറഞ്ഞ ഉച്ചായിന്ന് അപ്പൊ ഉച്ചത്തെ ചോറിന്നിട്ട് പോയാൽ മതിയല്ലോ അത് മതി എന്നാ പോയിക്കോ